2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ചയായ വിവാദമായ ഒരു സംഭവമായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം. ഇതാരാണ് ഉണ്ടാക്കിയത്, ഇതാരാണ് പ്രചരിപ്പിച്ചത്, ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്തത്, ഇത് ചെയ്തിട്ട് ഇത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത് പ്രചരിക്കുന്നതുമായി ബന്ധപ്പെട്ട അന്ന് വലിയ ചർച്ചകളും വിവാദങ്ങളും കോളിളക്കങ്ങളും ഒക്കെ ഉണ്ടായി. അതിൻ്റെ കേസ് ഇപ്പോൾ അത് വീണ്ടും അന്വേഷിക്കുകയാണ്. അതിൻ്റെ തുടർ നടപടികൾ, കേസന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള തുടർ നടപടികൾ ഇപ്പോൾ തുടരുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് കണക്കാക്കിക്കൊണ്ട് നിരവധി DYFI പ്രവർത്തകരെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഈ രീതിയിൽ ഈ കാഫിർ സ്ക്രീൻഷോട്ട് മനഃപൂർവ്വം സൃഷ്ടിച്ച് പ്രചരിപ്പിച്ച് UDFന് എതിരായിട്ട് ഇതിനെ മാറ്റുകയായിരുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ ഇതിനെ സൃഷ്ടിക്കുകയായിരുന്നു, വ്യാജമായി സൃഷ്ടിച്ച് അതൊരു പ്രശ്നമാക്കി മാറ്റുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സൂചനകളിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ്, വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണനെ SIT ചോദ്യം ചെയ്തു. റിബേഷ് രാമകൃഷ്ണൻ DYFI ഭാരവാഹിത്വം രാജിവെച്ചു എന്നും പറഞ്ഞു കേൾക്കുന്നു. ഇനിയിപ്പോൾ താൻ DYFI നേതാവല്ല, അല്ലെങ്കിൽ തന്നെ പുറത്താക്കി, അല്ലെങ്കിൽ താൻ പുറത്തായി എന്ന് പറഞ്ഞ് ഒരു ന്യായം അതിനകത്ത് കാണുന്നതിന് വേണ്ടിയാണ് ഇത്തരം നടപടികൾ എന്നാണ് മനസ്സിലാകുന്നത്. ഇയാളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണ വിധേയൻ. അമ്പാടിമുക്ക് സഖാക്കൾ ഫേസ്ബുക്ക് പേജ് അഡ്മിൻ മനേഷ്, റെഡ് ബറ്റാലിയൻ വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗമായ അതുൽ എന്നിവരും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി ചോദ്യം ചെയ്യലിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. സ്ക്രീൻഷോട്ട് ആദ്യം പങ്കുവയ്ക്കപ്പെട്ടത് ഇത്തരം ഗ്രൂപ്പുകളിലാണെന്ന കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ആരോപണ വിധേയനായതിനെ തുടർന്ന് റിബേഷ് രാമകൃഷ്ണൻ DYFI ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു. DYFI വടകര ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന അദ്ദേഹം കേസിൽ പ്രത്യേക അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഔദ്യോഗിക പദവി രാജിവെച്ചത്. മുൻ അന്വേഷണ സംഘം നേരത്തെ ഇയാളെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ എവിടെ നിന്നാണ് സ്ക്രീൻഷോട്ട് ലഭിച്ചത് എന്ന് റിബേഷ് വ്യക്തമാക്കിയിരുന്നില്ല. തുടർന്ന് സ്ക്രീൻഷോട്ടിൻ്റെ ഉറവിടം കണ്ടെത്താനായില്ല എന്ന റിപ്പോർട്ട് മുൻ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. UDF അധികാരത്തിൽ എത്തിയതോടെ പുതുതായി എത്തിയ SIT കേസിൽ അന്വേഷണം ആരംഭിച്ചു. തുടർന്നാണ് DYFI തിരുവള്ളൂർ ബ്ലോക്ക് കമ്മിറ്റി അംഗം ജിതിൻ ഭാസ്കറിലേക്ക് അന്വേഷണം എത്തിയത്. CPM അനുകൂല വാട്സപ്പ് ഗ്രൂപ്പായ വടകര സ്ക്വാഡിൽ നിന്നാണ് കാഫിർ സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിച്ചത് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. സ്ക്രീൻഷോട്ട് ആദ്യം ഷെയർ ചെയ്തതായി കണ്ടെത്തിയ റിബേഷ് രാമകൃഷ്ണന് ജിതിൻ ഭാസ്കറിൽ നിന്നാണ് ഈ സ്ക്രീൻഷോട്ട് ലഭിച്ചത് എന്നുള്ളതാണ്. ഇത് മനഃപൂർവ്വം അവിടെ വടകരയിൽ UDFനെതിരെ ഒരു തരംഗമുണ്ടാക്കുന്നതിനും മതപരമായ വേർതിരിവുണ്ടാക്കുന്നതിനും മതപരമായി ഇത്തരത്തിൽ ഒരു പ്രസ്താവന വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ നടത്തി എന്ന് കാണിക്കുന്ന രീതിയിലും, അല്ലെങ്കിൽ വടകരയിൽ മുസ്ലിം ലീഗ് ഈ ഷാഫി പറമ്പിൽ UDF സ്ഥാനാർത്ഥിയായിരുന്നു, അപ്പം ലീഗ് ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്തു എന്ന് വരുത്തി തീർത്ത് UDFൻ്റെ വോട്ട് ഹൈജാക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ വോട്ട് അവിടുത്തെ മറ്റ് ജനവിഭാഗങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് ലീഗിന് എതിരെ ഇത് തിരിക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു ഇത്. അപ്പോൾ മറ്റ് ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്നവർ UDFന് വോട്ട് ചെയ്യില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ LDF സ്ഥാനാർത്ഥി ജയിച്ചേനെ. ആ രീതിയിൽ ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന്, ആ രീതിയിൽ കാര്യങ്ങൾ മാറ്റിമറിക്കുന്നതിന് വേണ്ടി എടുത്ത, അല്ലെങ്കിൽ അത്തരത്തിൽ സ്വീകരിച്ച ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു ഈ കാഫിർ സ്ക്രീൻഷോട്ട് എന്നാണ് UDFും ലീഗും ഒക്കെ ആരോപിക്കുന്നത്. ഇത്തരത്തിലുള്ള വ്യാജമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് CPM പലകുറി തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തന്നെ സൂചനകളും ഒക്കെ SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ അന്വേഷണം തുടരുകയാണ്. DYFI നേതാക്കളെ, അതുപോലെ തന്നെ വിവിധ CPM സൈബർ ഹാൻഡിലുകളുടെ അഡ്മിന്മാരെയൊക്കെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. റിബേഷ് രാമകൃഷ്ണൻ മാത്രമല്ല, നിരവധി DYFI നേതാക്കൾ, അതുപോലെ SFI നേതാക്കളൊക്കെ തന്നെ ഈ സ്ക്രീൻഷോട്ട് വ്യാപകമായി ഷെയർ ചെയ്തിരുന്നു. അതേക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം ഇപ്പോൾ SIT പ്രത്യേക അന്വേഷണ സംഘം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്.